ഹലോ ഗൈസ്, നമുക്ക് ലിവർ കറിയാക്കുന്നതിന് മുമ്പ് അതിനെ പച്ചയായിട്ട് കറിയിലേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി പുഴുങ്ങാതെ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. റെഡിയാക്കി എടുത്ത് കറിയിൽ ആക്കാനായിട്ട് അതിനുള്ള മുമ്പുള്ള ഭാഗം എങ്ങനെയാണെന്ന് നോക്കാം. വരൂ കൂട്ടുകാരെ, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. പച്ച ലിവറിനെ നമുക്ക് കറിയാക്കുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പച്ച ലിവർ, പച്ച ടേസ്റ്റ് ഉള്ളിലത്ത് പോവുകയും ചെയ്യരുത്. നമുക്ക് പുറമേയുള്ള ഒരു അഴുക്കും ഒരു ചോരയുടെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടുകയും വേണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പുഴുങ്ങാതെ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ലിവർ ചൂടുവെള്ളത്തിലിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടായിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ ഇടുന്നതിന് മുമ്പ് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. നന്നായി കഴുകിയെടുക്കണം കേട്ടോ. ആദ്യത്തെ ചോരയൊക്കെ പോയി നന്നായിട്ട് കഴുകി ഞാൻ ഈ കഴുകിയെടുക്കുന്ന ചോരവെള്ളമൊന്നും കളയില്ല. ഞാനത് ചെടികൾക്ക്, പച്ചക്കറിക്ക് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാഴ, മുന്തിരി എല്ലാത്തിനും ചോരവെള്ളം വളരെ ബെസ്റ്റാണ്. പൈനാപ്പിൾ ഉണ്ടോ, ഒക്കത്തിന് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് കറിയാമ്പ് തൈയാണ്. പണ്ടിവിടെ ഉണ്ടായിരുന്നു കറിയാമ്പ് മരം. അതിൽ കറിയാമ്പ് ഉണ്ടായിട്ടുണ്ട്. പൂക്കണ സമയത്ത് എന്ത് മണമെന്നറിയോ, ഈ ഏരിയ മൊത്തം കറിയാമ്പിൻ്റെ മണമാണ് ആ പൂവ് ആയിക്കഴിയുമ്പോൾ. അതൊക്കെ ഇപ്പം ഇല്ല. അത് നമ്മുടെ കൊടുത്ത് പോയ സ്ഥലത്തൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ പുതിയത് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ആയി വരുന്നേ ഉള്ളൂ. നന്നായി കഴുകണം കേട്ടോ. അതിന് ചോരവെള്ളം നന്നായിട്ട് പോകണം. വെള്ളം തിളപ്പിച്ച് വെള്ളമാണ്. അതിലേക്ക് കഴുകിയ ലിവർ ഇടാം. നന്നായി ഇളക്കി കൊടുക്കാം. ആ ചൂടിലൊന്ന് ഇനി ആ ചൂടുവെള്ളം നമുക്ക് വാർത്ത് വെള്ളം കളയാം. കണ്ടോ, വാർത്ത് വെച്ചേക്കുവാണ്. ഇനി ഇതിലെ വെള്ളം
ഇതുപോലെ പോയി തീരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് താളിച്ച് സാധാ കറി വെക്കണ പോലെ നമുക്ക് വെക്കാം. ബാക്കി ലിവർ കറി വെക്കുന്ന ഇന്ന് ഞാൻ വെക്കുന്ന രീതി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി കാണുക കേട്ടോ, അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഇതിപ്പം വെക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.